ഇന്ത്യയിൽ ഇപ്പോൾ സെയിൽ ചെയ്യുന്ന ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടർ ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു ഉത്തരമുള്ളൂ, അതാണ് ഏതർ എനർജി. മറ്റു ബ്രാൻഡുകളുണ്ട്, പക്ഷെ ഏതർ തരുന്ന റിലയബിലിറ്റി തരാനായിട്ട് ഒറ്റ ബ്രാൻഡും സാധിച്ചിട്ടില്ല. ഇത് ഈ ഫ്ലാഷ് ആൽബിൻ വർഗീസ് എല്ലാവർക്കും ഡോർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഏകദേശം 4 വർഷമായിട്ടുണ്ട് ഏതർ എനർജി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അവരുടെ ഇലക്ട്രിക് സ്കൂട്ടർ സെയിൽ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്. 4 വർഷത്തിനുള്ളിൽ ഒരു പ്രശ്നം മാത്രമാണ് അവരുടെ ബ്രാൻഡിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതും 1 മാസം മുൻപാണ്. 1 മാസം മുൻപ് അവരുടെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കത്തി നശിച്ചു എന്നുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളൊരു കാര്യമാണ് ഏതർ എനർജിയുടെ ടീമിന് പറയാനായിട്ടുള്ളത്. കാരണം അവരുടെ ബ്രാൻഡ് നല്ല രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന രീതിയിൽ തുടങ്ങിയതാണ്. ബാക്കിയുള്ള ബ്രാൻഡുകളൊക്കെ വമ്പന്മാരായിട്ടുള്ള വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസ് ഒക്കെയാണ്. സോ അവരുടെ ബ്രാൻഡ് നശിപ്പിക്കാനായിട്ട് കരുതി കൂട്ടി മാനിപ്പുലേറ്റ് ചെയ്ത ഒരു ഫയർ ആക്സിഡന്റ് ആണ് അന്ന് സംഭവിച്ചു എന്നാണ് അവർ പറയാനായിട്ടുള്ളത്. അത് പ്രൂവ് ചെയ്യാനായിട്ട് ഏതർ എനർജിയുടെ ടീം ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ ഒരു ഇൻഡസ്ട്രിയൽ ടൈപ്പ് ആയിട്ടുള്ള ഒരു ബിഗ് സൈസ് ആയിട്ടുള്ള ഒരു ഓവൻ, ആ ഒരു ഓവൻ്റെ ഉള്ളിൽ അവരുടെ ഒരു ബാറ്ററി കടത്തി വെച്ചിട്ട് ആ ഒരു ബാറ്ററി മാക്സിമം ഹീറ്റ് ചെയ്യാണ്. മാക്സിമം ഹീറ്റ് ചെയ്തിട്ടും ആ ഒരു ബാറ്ററി പൊട്ടിത്തെറിക്കുകയോ കത്തി നശിക്കുകയോ അങ്ങനെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അതും പോരാഞ്ഞിട്ട് അതിന്റെ മുകളിൽ, ആ ഒരു ഓവന്റെ മുകളിൽ ഒരാൾ ഇരുന്നിട്ട് ഐസ്ക്രീമും കഴിക്കുന്നുണ്ട്. സോ അത്രയും ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ബാറ്ററിയാണ്. യാതൊരു പ്രശ്നവും അവരുടെ ബാറ്ററിക്ക് സംഭവിക്കില്ല എന്നുള്ളതാണ് ഏതർ എനർജി ആ ഒരു വീഡിയോ കൊണ്ട് തെളിയിച്ചിട്ടുള്ളത്. ഇതൊരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമാറ്റിക് വീഡിയോ ആണോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. ഇനി ഏതർ എനർജി ഇന്ന് അവരുടെ ഏറ്റവും പുതിയ ഒരു 3rd ജനറേഷൻ ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് അൺവീൽ ചെയ്തിട്ടുണ്ട്. ജനറേഷൻ എന്ന് പറയുന്നത് അപ്ഡേഷൻ ആണ്. മുൻപുണ്ടായിരുന്ന 450 450X ഒരു അപ്ഡേഷൻ ആണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അപ്ഡേഷനെ കുറിച്ച് പറയാനായിട്ടുള്ളത് അവരുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റിനെ കുറിച്ചാണ്. അവർക്ക് പറ്റിയ തെറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ബ്രാൻഡ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. നോർമലി അധികം ബ്രാൻഡുകളൊന്നും ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കാറില്ല. അവരെല്ലാം ആദ്യം തൊട്ട് തന്നെ എല്ലാം ശരിയാണ് എന്നുള്ള രീതിയിലാണ് അവർ വരാറുള്ളത്. പക്ഷേ ഈ ഒരു ബ്രാൻഡ് അവർക്ക് പറ്റിയ എല്ലാ പ്രശ്നങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ടാണ് അവരുടെ ഏറ്റവും പുതിയ അപ്ഡേഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തൊരു കാര്യം, ഇലക്ട്രിക് സ്കൂട്ടേഴ്സിന് എല്ലാ വർഷവും വരുന്ന അപ്ഡേഷനെ കുറിച്ചാണ്. ചിലപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ആയിരിക്കാം, ചിലപ്പോൾ മൈനർ ആയിട്ടുള്ള അപ്ഡേഷൻ ആയിരിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐഫോൺ വരുന്ന പോലത്തെ ഒരു അവസ്ഥയായിരിക്കും ഓരോ ടൈമും ഓരോ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിന് വരുന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത്. ഇനി ഏതർ എനർജിയുടെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിന് വരുന്ന ഒരേ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവരുടെ റേഞ്ചിനെ കുറിച്ചാണ്. റേഞ്ച് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എല്ലാ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾസ് ആണെന്നുണ്ടെങ്കിലും ഇലക്ട്രിക് കാർസ് ആണെന്നുണ്ടെങ്കിലും റേഞ്ചിന്റെ കാര്യത്തിൽ വലിയ ഒരു ഇഷ്യൂസ് വരുന്നുണ്ട്. സോ ഏറ്റവും ആദ്യം ജനറേഷൻ 3 ആയിട്ടുള്ള ഈ ഒരു അപ്ഡേഷനിൽ ഏതർ എനർജി കൊടുക്കുന്നത് റേഞ്ച് മാക്സിമം കൂട്ടുക എന്നുള്ളതാണ്. 25% കപ്പാസിറ്റി കൂട്ടിയിട്ടുള്ള, അതുപോലെ തന്നെ 25% ലോങ്ങർ ലൈഫ് ആയിട്ടുള്ള ഒരു ബാറ്ററി പാക്കാണ് ഇപ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി റേഞ്ച് കൂടുതൽ ലഭിക്കുമെന്നാണ് അവർ വാഗ്ദാനം ചെയ്യുന്നത്. ഏകദേശം 146 കിലോമീറ്റർ ആണ് സർട്ടിഫൈഡ് ആയിട്ടുള്ള റേഞ്ച് പറയുന്നത്. അതുപോലെ തന്നെ ട്രൂ റേഞ്ച് എന്ന് പറയുന്നത് 105 കിലോമീറ്റർ ആണ്. അപ്പോൾ റേഞ്ച് അവർ മാക്സിമം കൂട്ടിയിട്ടുണ്ട്. പെർഫോമൻസിന്റെ കാര്യത്തിലും ഈ ഒരു ഡിഫറൻസ് അവർ വരുത്തിയിട്ടുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ അവരുടെ റൈഡേഴ്സ് ഈക്കോ മോഡിലാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ഈക്കോ മോഡ് യൂസ് ചെയ്യാനായിട്ടുള്ള കാരണം റേഞ്ച് കൂടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇപ്പോൾ ഏതർ എനർജി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ലക്ഷ്യം ഒരു കമ്മ്യൂട്ടിംഗ് സ്കൂട്ടേഴ്സ് ആയിട്ട് മാത്രമല്ല, ആ ഒരു സ്കൂട്ടർ മാക്സിമം പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്ത് ഓടിക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ അവരുടെ മെയിൻ 2 മോഡുകളുണ്ട്, വ്രാപ്പും അതുപോലെ തന്നെ സ്പോർട്ടും. ആ 2 മോഡിനും കുറച്ചും റേഞ്ച് കൂട്ടി കൊടുക്കാനായിട്ടും ബ്രാൻഡ് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കസ്റ്റമർക്ക് മാക്സിമം എൻജോയ് ചെയ്ത് കുറച്ചുകൂടി പെർഫോമൻസ് എന്ന് പറയുന്ന രീതിയിൽ ഓടിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു അപ്ഡേഷൻ വന്നിട്ടുള്ളത് മാക്സിമം പെർഫോമൻസും മാക്സിമം ഗ്രിപ്പും കിട്ടാനായിട്ടുള്ള ഒരു MRF ടയർ ആണ്. ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ടയേഴ്സ് ആണ് ഇനി മുതൽ ഏതർ എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൽ വരുന്നത്. അപ്പോൾ മാക്സിമം ഗ്രിപ്പ് ലഭിക്കുക, കുറച്ചും കൂടിയും കൺട്രോൾ, കുറച്ചും കൂടി ഹാൻഡ്ലിംഗ് ലഭിക്കാനായിട്ടാണ് ഈ ഒരു അപ്ഡേഷൻ അവർ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തൊരു പ്രശ്നം, കോമൺ ആയിട്ട് നമ്മുടെ കേരളത്തിലുള്ളവരൊക്കെ പറയുന്ന ഒരു പ്രശ്നമാണ്, പില്ലെണ്ണ വെച്ചിട്ട് ഒരു കയറ്റമൊന്നും കയറാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പല ഇലക്ട്രിക് സ്കൂട്ടേഴ്സിനെ കുറിച്ചും പറയുന്നുണ്ട്. ഏതറിനാണെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിരുന്നു. സോ ആ ഒരു പ്രശ്നം ഈ ഒരു ടൈമിൽ ഈ ഒരു ജനറേഷൻ 3 എന്ന് പറയുന്ന 450 450X എന്ന് പറയുന്ന മോഡലിലും അവർ പരിഹരിച്ചിട്ടുണ്ട്. അതിനായിട്ട് കുറച്ചും കൂടിയും ഡിഫറൻസ് വരുത്തിയിട്ടാണ് അവർ ഇലക്ട്രിക് സ്കൂട്ടർ ഈ ഒരു ജനറേഷൻ 3 ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഏതർ എനർജി പുതിയൊരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാണ്. പുതിയൊരു സെഗ്മെന്റ് എന്ന് പറയുന്നത് ആക്സസറീസും കൂടി ഇനി മുതൽ ഏതർ എനർജി എന്ന് പറയുന്ന സ്കൂട്ടേഴ്സിന് അവൈലബിൾ ആണ്. എനിക്ക് അവരുടെ ആക്സസറീസ് കണ്ടപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ലെവൽ ആയിട്ടുള്ള ആക്സസറീസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം ടയർ പ്രഷർ ആണ്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ആണ്. TPS എന്ന് പറയുന്ന ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടയർ പ്രഷർ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മോട്ടോർ സൈക്കിളിനാണെന്നുണ്ടെങ്കിലും ഒരു കാറിനാണെന്നുണ്ടെങ്കിലും ഏതൊരു വാഹനത്തിനാണെന്നുണ്ടെങ്കിലും ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു കാര്യം നമ്മുടെ മാക്സിമം റേഞ്ചിനാണെന്നുണ്ടെങ്കിലും പെർഫോമൻസിനാണെന്നുണ്ടെങ്കിലും ഹാൻഡ്ലിങ്ങിനാണെന്നുണ്ടെങ്കിലും ബാധിക്കുന്ന ഒരു കാര്യമാണ് ടയറിന്റെ പ്രഷർ എന്ന് പറയുന്നത്. സോ ഇനി മുതൽ ടയർ പ്രഷർ നമുക്ക് നമ്മുടെ ഡിസ്പ്ലേയിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. അതിനാണ് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു കാര്യം അവരുടെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൽ അവർ എനേബിൾ ചെയ്തിരിക്കുന്നത്. അതൊരു എക്സ്ട്രാ ആക്സറീസ് ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്തിട്ട്
വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് അവരുടെ റിയർ വ്യൂ മിററിലാണ്. റിയർ വ്യൂ മിറർ എന്ന് പറയുന്നത് അലുമിനിയം സ്ട്രക്ചർ ആയിട്ടുള്ള റിയർ വ്യൂ മിറർ ആണ്. നോർമലി ഉള്ള ഏതർ എനർജിയുടെ റിയർ വ്യൂ മിററിനേക്കാളും വിസിബിലിറ്റിയും റിലയബിലിറ്റിയും ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഡിസൈൻ ആയിട്ടാണ് ഏതർ എനർജി ഈ ഒരു ജനറേഷൻ 3 ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൽ വന്നിട്ടുള്ളത്. എനിക്ക് കണ്ടപ്പോൾ തോന്നി കുറച്ചും കൂടി ഒരു വൈഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി ഒരു വലിയ സൈസുള്ള ഒരു മിറേഴ്സ് ആണ്. പക്ഷെ അത് മിറർ ആണോ അതൊരു ആർട്ട് ഓഫ് എന്ന് പറയാം, മോട്ടോർ സൈക്കിൾ ആർട്ട് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻ ആണ്. അലുമിനിയം സ്ട്രക്ചർ ആണ്. അങ്ങനെ മാക്സിമം അവരുടെ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുന്നത് ഒരു സ്ലീക്ക് ആൻഡ് സ്ലിം ആയ രീതിയിൽ അതിനനുസരിച്ചിട്ടുള്ള ആക്സറീസും കൂടിയും ആണ് ഇപ്പോൾ അവർ ആഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അടുത്തൊരു അപ്ഡേഷൻ വന്നിരിക്കുന്ന ഒരു ഡാഷ്ബോർഡ് ആണ്. കുറച്ച് റിഫൈൻ ആയിട്ടുള്ള ആർക്കിടെക്ചർ ചെയ്തിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ റാമിന്റെ കപ്പാസിറ്റി ഒക്കെ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു സ്പീഡാണ് ആ ഒരു ഡാഷ്ബോർഡ് കമ്പയർ ടു ദ ഓൾഡ് വെർഷൻ. ഇനി അടുത്ത ആക്സസറി എന്ന് പറയുന്നത് ഏതർ എനർജിയുടെ ഡിസൈൻ ടീമിന്റെ ബ്രില്യൻസ് കാണിക്കുന്ന ഒരു ഡിസൈൻ ആണ്. അതാണ് അവരുടെ സൈഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി ഉള്ള ഒരു സൈഡ് സ്റ്റെപ്പിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടൊരു ഡിസൈൻ ആണ്. ഇനി അത് ക്ലോസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സൈഡ് സ്റ്റെപ്പ് ആണെന്ന് പോലും തോന്നില്ല. ഇനിയിപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു കൺവെൻഷണൽ സ്കൂട്ടറിലുള്ള ഒരു എയർ ഫിൽറ്റർ ബോക്സ് ഒക്കെ പോലെയാണ് ആ ഒരു ഡിസൈൻ ആയിട്ട് തോന്നുള്ളൂ. ഒരിക്കലും നമുക്കൊരു എന്താ പറയുക, അവർ തന്നെ പറയുന്നത് ഇൻവിസിബിൾ സൈഡ് സ്റ്റെപ്പ് എന്നാണ്. ഇൻവിസിബിൾ ആയ രീതിയിലുള്ള ഒരു സൈഡ് സ്റ്റെപ്പ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇനി നോർമലി ഉള്ള നമ്മുടെ സൈഡ് സ്റ്റെപ്പ് പറയുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഹോണ്ടയുടെ ഡിയോ ഉണ്ട്. ആ ഹോണ്ടയുടെ ഡിയോന്റെ ഒക്കെ സൈഡ് സ്റ്റെപ്പ് കുറെ നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതിന്റെ ഉള്ളിലുള്ള ആ ഒരു പിന്നിന് ചില പ്രശ്നങ്ങൾ വരാം, അതിന് സൗണ്ടുകൾ വരാം, അങ്ങനെ പല കാര്യങ്ങളും വരും. ഇവർ ചെയ്തിട്ടുള്ള ഈ ഒരു അലുമിനിയം കാസ്റ്റ് സ്ട്രക്ചർ കൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു പ്രശ്നം വരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ ജനറേഷൻ 3 ആയിട്ടുള്ള ഏതർ 450Xന്റെ അപ്ഡേഷൻ എന്ന് പറയുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ciao.